ഗുഡ് മോർണിംഗ് ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യേശുക്രിസ്തുവിനൊപ്പം ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ ബാപ്റ്റിസം കഴിഞ്ഞപ്പോൾ അല്ലേ, നമ്മൾ യേശു എവിടെയാണോ അവിടുത്തെ കാര്യങ്ങൾ, അതായത് ഹെവനിലെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക ദൈവം പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങളെ പറ്റിയാണ് പിന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് താളത്തിലെത്തി നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, നമ്മൾക്ക് ദൈവത്തിലായിരിക്കാൻ സാധിക്കത്തില്ല. പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അപ്പോസ്റ്റൽ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചിരിക്കുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തിരിക്കുന്നു. അപ്പൊ വിശ്വാസം കാത്തു എന്ന് പറയുമ്പം അവിടെ വിശ്വസിക്കാൻ എന്തോ ഉണ്ട്, ഒരു ഹോപ്പിനുള്ളൊരു വകയുണ്ട് അല്ലെ. നമ്മൾ ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിന് കാണുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ കാണുന്ന കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നത്, അതിൻ്റെ ഒരു പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ കാര്യമൊന്നുമില്ല. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യേശുവിൽ നമുക്ക് ദൈവം കരുതിയിരിക്കുക നമുക്ക് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ ഒരു ചെവിക്കും കൊണ്ടും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ദൈവത്തിലായിരിക്കാൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കണം. ഈ ലോകത്തിൽ തന്നെയായി പോകാതെ അല്ലെ ഇരിക്കുന്നതിന് വേണ്ടി. പക്ഷെ സെയ്റ്റൻ അവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കണ്ണിങ് ആയിട്ട് കാപട്യമുള്ളവനായതുകൊണ്ടും യേശുവിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് ഇവൻ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോകത്തിലായിരിക്കുന്നതിന്റെ കാര്യത്തില് ലോക കാര്യങ്ങൾ നമുക്ക് വളരെയധികം എന്താ പറയുക, നമ്മുടെ അറ്റൻഷൻ മൊത്തം അതിലേക്കാക്കും. ലോക കാര്യം എന്ന് പറയുമ്പോൾ TV കാണുന്നല്ലോ, യൂട്യൂബിലെ കാര്യങ്ങളെ പറ്റിയോ സോഷ്യൽ മീഡിയന്റെ കാര്യത്തെ പറ്റിയോ ഒന്നും അല്ല പറയുന്നത്. അതുമൊക്കെ മനുഷ്യന്റെ വിശ്വാസമുള്ള ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്താ പറയുക, അതല്ലാത്ത റോങ് ആയിട്ടുള്ള ഫിലോസഫീസ് അല്ലെ, റോങ് ആയിട്ടുള്ള ടീച്ചിങ് ഫിലോസഫീസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, ചർച്ചകളിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ശ്രദ്ധയെ മാറ്റി കളയുന്ന രീതിയിലുള്ള ഫിലോസഫീസ് തന്നെയാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതിലേക്ക് നമ്മുടെ അറ്റൻഷനെ മാറ്റിക്കൊണ്ട്, ദൈവത്തിൽ നിന്ന് നമ്മുടെ അറ്റൻഷൻ മാറ്റിക്കൊണ്ട് അല്ലെ, ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട്, നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ യേശുവിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകുന്ന ഒരവസ്ഥ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ വചനം കർത്താവ് ഷാർപ്പായിട്ടുള്ള ഡബിൾ എഡ്ജ് സോഡായിരിക്കും എന്നുള്ള കർത്താവ് ലോട്ട് ഫാദർ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വിചാരങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ കർത്താവ്, ഞങ്ങളുടെ ആത്മാവിനും പ്രാണനും എല്ലാം മറ്റേ ഫാദർ ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, അങ്ങയുടെ വചനം വഴി ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ക്ലീൻ ആക്കപ്പെടട്ടെ കർത്താവ്, പ്രൂണിങ് നടക്കട്ടെ കർത്താവെ. താങ്ക് യു ജീസസ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യേശുവേ. നന്ദി പിതാവേ. യേശു നാമത്തിലെ ഹോളി സ്പിരിറ്റ് ഗോഡ് ടീച്ചറാണല്ലോ അങ്ങ്, ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരണം എന്ന് യേശു നാമത്തിൽ ആമേൻ. നമുക്കിന്ന് കൊളോഷ്യയെ എഴുതിയ ലേഖനത്തിലേക്ക് പോകും. 3-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ പെട്ടെന്ന് വായിക്കുവാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കൊളോഷ്യന്റെ 3-ന്റെ 1 തൊട്ട് 3 വരെ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടത്തുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നതാണ് അല്ലെ. നമ്മൾ മരിച്ചു, നമ്മൾ യേശുവിലായിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞു, ഫിസിക്കലി മരിച്ചു കഴിഞ്ഞതിനെ പറ്റിയല്ല പറയുന്നത്. നമ്മളുടെ പഴയ വ്യക്തി പോയി അല്ലെ. നമ്മളിപ്പോ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അങ്ങനെ എഴുതി 11 തൊട്ടുള്ള വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവം എഴുതിയിരിക്കുന്നത്, അവനെ നിങ്ങൾ ക്രിസ്തുവിന്റെ പരിച്ഛേദനത്താൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനം ലഭിച്ചു അല്ലെ. നമ്മുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പഴയതെല്ലാം പോയി. ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയതായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അല്ലെ. പഴയ കാര്യങ്ങൾ പോയി, പഴയ സ്വഭാവമില്ല. ആടത്തിന്റെ അല്ലെ, ആടത്തിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ, യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ യേശുവിന്റെ DNA ആയിട്ട് നടക്കുന്ന വ്യക്തികളാകുമ്പോൾ യേശു എവിടെയായിരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം, അവിടുത്തെ കാര്യത്തെ പറ്റി ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്തിന്റെ കാര്യത്തെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ലോകത്തിന്റെ കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കുന്നതിനെ പറ്റിയല്ല ഇവിടെ പോള് പറയുന്നത്. പോള് 2-ാമത്തെ ചാപ്റ്ററിലും 3-ാമത്തെ ചാപ്റ്ററിലുമായിട്ട് 2 പ്രത്യേക കാര്യത്തെ പറ്റി പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ വരുന്ന ഒരു വാക്കാണ് എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ
സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. 2 ബ്രെഡിന്റെ ഇടയിലായിട്ട് കുറച്ച് ചീസും ഒരു പീസ് ചിക്കന്റെ പീസും അല്ല കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത് ചിക്കന്റെ പീസൊക്കെ വെക്കുന്ന പോലെ എന്ന് പറഞ്ഞ പോലെ വന്നിരിക്കുന്ന 2 എന്താ പറയാ 2 പ്രോബ്ലത്തിനെ പറ്റി പോള് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ പോള് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണിത് അല്ലെ. അപ്പൊ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്ത് തരത്തിലുള്ള പ്രോബ്ലത്തെ പറ്റിയാണ് പോള് പറഞ്ഞിരിക്കുന്നത് നമ്മള് 2ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യം തൊട്ട് ഇങ്ങനെ വായിക്കുവാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 1 തൊട്ട് 4 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് നോക്കി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കും ലവോദിക്കയിലുമുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ചു ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വശീകരണ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ ദൈവത്തിന്റെ മക്കളെ ചതിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് ചർച്ചകൾ ചുരുക്കം. അപ്പൊ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പൊ കൊളോസ്യർക്കാണ് ലേഖനം എഴുതിയിരിക്കുന്ന നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞേക്ക് അവരോട് പറയുവാണ് പോള് പറയും ഞാൻ എന്റെ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ലാത്ത നിങ്ങൾ അല്ലെ ഞാൻ ഫേസ് ടു ഫേസ് നിങ്ങൾ കണ്ടിട്ടില്ല ഫിസിക്കലി കണ്ടിട്ടില്ല പക്ഷെ എന്നാലും നിങ്ങൾക്കും ലാവോദീസയിലുള്ള ചർച്ചിലുള്ളവർക്കും പിന്നെ എന്നെ കണ്ടിട്ടില്ലാത്തവരെല്ലാം ഓർത്ത് എനിക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് എന്റെ ഉള്ളില് അല്ലെ ഭയങ്കര പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് പോള് ഉദ്ദേശിക്കുന്നത് നമ്മളെ ദൈവത്തിന്റെ കയ്യിലേക്ക് യേശുക്രിസ്തു എന്നുള്ള ആ പുരുഷന്റെ കയ്യിലേക്ക് അല്ലെ മണവാട്ടി അയക്കുന്ന സഭയെ ഒരു ദോഷവും കൂടാതെ കളങ്കമില്ലാത്തവരായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു കോളിങ് പോളിന് കൊടുത്തിട്ടുണ്ട്. ജെന്റൈൽസിന്റെ ഇടയ്ക്ക് ജാതികളുടെ ഇടയിൽ ദൈവത്തിന് യേശുക്രിസ്തുവിനെ പറ്റി എന്താ പറയാ പ്രബോധിപ്പിക്കുക അല്ലെ യേശുക്രിസ്തുവിനെ പ്രീച്ച് എന്നുള്ള ഒരു വർക്ക് ഒരു അസൈൻമെന്റ് യേശുക്രിസ്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോളിന് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഒരു ആഗണി ഒരു പെയിൻ ആണ് പോളിന്റെ ഉള്ളിൽ. അപ്പൊ പോൾ പറയുക ഞാൻ എന്റെ മനസ്സിൽ ഇതാണ് എന്റെ പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും നിറ്റുകതരായിരിക്കും നിങ്ങൾ സ്നേഹത്തിൽ ഒരുമനപ്പെട്ടവരായിരിക്കണം നിങ്ങൾ എൻകറേജ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾ ആശ്വാസം ലഭിക്കണം എന്ന് വെച്ചു. പിന്നെ എന്താ പറയുന്നത് യേശുക്രിസ്തു എന്ന മർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണത സമ്പത്തും പ്രാപിച്ചവരായിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ മർമ്മം അല്ലെ ആ ദൈവത്തിന്റെ മർമ്മമാണ് യേശുക്രിസ്തു ആ സീക്രട്ട് ആണ് യേശുക്രിസ്തു മിസ്റ്ററിയാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിന്റെ പൂർണ്ണതയിൽ നിങ്ങൾ എത്തുന്നവരായിരിക്കണം. ആ പൂർണ്ണതയുടെ ഒരു സമ്പത്ത് നിങ്ങൾക്കുള്ളതായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരുത്തം വന്ന് നമ്മളോട് യേശുവിനെ പറ്റി യേശു ഇതാന്ന് പറയുമ്പോ അത് റോങ് ആയിട്ടുള്ള കാര്യമാണ് ശരിയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള വിവേകം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. നമുക്കറിയണം നമ്മുടെ സൃഷ്ടാവിന് നമുക്കറിയണം അല്ലെ ആ അറിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ ഒരു റിച്ച്നെസ് നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കണം. അതിന്റെ ഒരു വിവേകപൂർണ്ണയുടെ സമ്പത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ ഹൃദയങ്ങൾ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഏകീഭവിച്ചുള്ളതായിരിക്കണം സ്നേഹത്തിൽ എന്താ പറയാ ഒന്നിച്ചിരിക്കുന്ന ഹൃദയങ്ങളായിരിക്കണം. നമ്മള് എന്താ പറയുന്നത് എല്ലാവരും എന്താ പറയാ എൻകറേജ്ഡ് ആയിരിക്കുന്നവർ ആയിരിക്കണം യേശുക്രിസ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക വശീകരണ വാക്കുകൊണ്ടായിരുന്നു നിങ്ങളെ ചതിപ്പായിരിക്കാൻ ഞാനിത് പറയുന്നു. അപ്പൊ വശീകരണ വാക്കുകൊണ്ടോ ദൈവത്തിന്റെ മക്കളെ ചതിക്കാൻ വരുന്ന വ്യക്തികളുണ്ട് അല്ലെ എന്ന് ചുരുക്കം. ഹെരസിസ് പാഷാണത എന്ന് പറയും അല്ലെ മലയാളത്തിൽ. 8ാമത്തെ വാക്ക് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ 2ാമത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ 4 തരത്തിലുള്ള ഹെരസിസ് അല്ലെ പാഷാണ്ഡത എന്ന് പറയും അല്ലെ അതിനെപ്പറ്റി പാഷാണ്ഡതയോ മലയാളത്തിലേക്ക് വരുമ്പോ അത് 4 തരത്തിലുള്ള കാര്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ കാര്യം എന്ന് വെച്ചാല് 8ാമത്തെ വാക്കില് പറഞ്ഞിരിക്കുന്നത് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ സമ്പ്രദായത്തിന് ട്രഡീഷൻ അല്ലെ നമ്മുടെ എന്താ പറയാ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ അത് ചർച്ചകളിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അത് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു അല്ലെ. അങ്ങനെ തരത്തിലുള്ള കാര്യം ഫിലോസഫീസ് പറഞ്ഞ് മനുഷ്യരെ അല്ലെ തത്വജ്ഞാനം പറഞ്ഞ് ദൈവത്തിൽ നിന്നുള്ള അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളന്ന് ഇവര് പറഞ്ഞു കേട്ട് തന്നെ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പോലും മനുഷ്യര് തെറ്റിദ്ധരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആൾക്കാർ അല്ലെ. പാഷാണ്ഡത
ഹെരസി, അങ്ങനത്തെ ഹെരസികൾ നടക്കുന്നു അല്ലെ. അപ്പോ ഈ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ഉദാഹരണമായിട്ട് പറയുകയാണ് യേശുവും തന്റെ ശിഷ്യന്മാരും കൈ വാഷ് ചെയ്തില്ല ഭക്ഷണത്തിന് മുമ്പെന്ന് പറഞ്ഞ് ഫാരിസികള് പരിശോധന എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് കൈ കഴുകുന്ന വെച്ചാൽ സോപ്പിട്ട് കൈ കഴുകി ബാക്ടീരിയ വൈറസിനും കൊന്നില്ലെന്നല്ല പറയുന്നത്. അപ്പൊ പുറത്തുനിന്ന് കയറി വരുമ്പോ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന്റെ കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. അവര് അവരുടേതായിട്ടുള്ള അവരുടെ ട്രഡീഷന്റെ തരത്തിലുള്ള കൈ വാഷ് ചെയ്തുണ്ടല്ലോ. അങ്ങനെ പിടിക്കണം, ഈ സൈഡിൽ കൂടെ പിടിക്കണം, ഇങ്ങനെ വാഷ് ചെയ്യണം, 3 പ്രാവശ്യം വാഷ് ചെയ്യണം, 4 പ്രാവശ്യം വാഷ് ചെയ്യണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അല്ലെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്തിരുന്നില്ല യേശുവിന്റെ ശിഷ്യന്മാരും. അതിനെപ്പറ്റി ഒരു കുറ്റമായിട്ട് പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കില്ല ശിഷ്യന്മാര്. അപ്പൊ അത് ഇതിന് ഉദാഹരണമാണ് അല്ലെ. ട്രഡീഷൻ മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാത്ത, ക്രിസ്തുവിന് ഒത്തവണ്ണം അല്ലാത്ത തരത്തിലുള്ള, ക്രിസ്തുവിന് ഒത്തവണ്ണം അല്ലാത്ത തരത്തിലുള്ള പഠിപ്പിക്കൽ നടക്കുന്ന ചർച്ചകളിൽ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി അതിലൊന്നും വീണ്ടും നിങ്ങൾ ചതിക്കപ്പെടരുത്. ദൈവത്തിന്റെ മക്കളെ ചതിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെന്ന് അല്ലെ. ഇനി 16ാമത്തെ വാക്കിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയും, അതുകൊണ്ട് എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇവിടെ 9ാമത്തെ 10ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അവനിലല്ലോ ദൈവത്തിന് സർവ്വസമ്പൂർണ്ണ ദേഹരവുമായി വസിക്കുന്നത് അല്ലെ. യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവ്വ സമ്പൂർണ്ണതയും എന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ, പിതാവ് കംപ്ലീറ്റ് ആണ് യേശുക്രിസ്തുവിനുള്ളത്. അപ്പൊ ഇനി 10ാമത്തെ വാക്ക് പറയുക, എല്ലാ വായ്പയ്ക്കും അധികാരത്തിലും തലവന അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിൽ പരിപൂർണരാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിലാണ് അല്ലെ. നമ്മൾ ഹിഡൻ ആയിരിക്കുന്ന യേശുക്രിസ്തുവിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് വസിക്കുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുവിന്റെ ആത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് എവിടെ ഉണ്ട്? യേശു ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഫോം ഓഫ് യേശുക്രിസ്തു ആണ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള യേശുക്രിസ്തു ആണ് എന്താ പറയുക ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ. ഹോളി സ്പിരിറ്റ് ഗോഡ് എവിടെയുണ്ടോ? പിതാവും ഉണ്ട്, മകനും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളുടെ ഉള്ളില് ദൈവമുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ യേശുക്രിസ്തുവിൽ കംപ്ലീറ്റ് ആണ്, നമ്മൾ പരിപൂർണരാണ് എന്ന് ചുരുക്കം അല്ലെ. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഈ മനുഷ്യരുടെ ട്രഡീഷൻസ് ഒന്നും നോക്കി പോകണ്ട. പിന്നെ 11ാമത്തെ വാക്കൂടെ താഴേക്ക് വരുമ്പോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മള് ഒരിക്കല് എന്താ പറയാ പരിചയത്തിന് മേക്കാത്തവരായിരുന്നു, എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ പരിചയത്തിന് മേക്കാത്തവരായിരുന്നു. പക്ഷെ നമ്മൾക്ക് എന്താ പറയുക, നമ്മള് പാപത്തിൽ മരിച്ചുപോയെന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ദൈവം നമുക്ക് നമ്മുടെ ഹൃദയത്തിന്, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിന് പരിചയനം നമ്മൾക്ക് തന്നിരിക്കുന്നു. സ്ഥാനത്തിൽ നമ്മൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവിടെ നിന്ന് ഉയർത്തു വരുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി ക്രോസ് ഓഫ് കാൽവറി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു വെച്ചാൽ നമ്മൾക്ക് എതിരായിട്ടുള്ള സകല റിപ്പോർട്ടുകളെയും നേരി ചെയ്തിരിക്കില്ല, ആണിയടിച്ചു അത് ക്രോസ് ഓഫ് കാൽവറി. അതിനെല്ലാം നള്ളിഫൈ ചെയ്ത് യേശുക്രിസ്തു പിശാചിനെ അവന്റെ ടീമിനെയും കളിയാക്കി അല്ലെ. ആയുധവർഗത്തെയും ഇങ്ങനെ പറഞ്ഞ വാഴ്ചകളെയും അധികാരം 15ാമത്തെ വാക്കിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി തീർത്തു അല്ലെ. യേശുക്രിസ്തു പിശാചിനെ അവന്റെ ടീമിന്റെയും മുകളിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് ജയാളിയായി തീർന്നു അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം അങ്ങനെയുള്ള യേശുക്രിസ്തുവിലാണ് നമ്മൾ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള യേശുക്രിസ്തുവിന്റെ പാട്ടാണ് നമ്മൾ, യേശുക്രിസ്തുവിലാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള നമ്മള് ഈ ലോകത്തുള്ള ട്രഡീഷന്റെ പുറകെയോ ലോകത്തുള്ള ഓരോ കാര്യത്തിന്റെ പുറകെ ഫിലോസഫിന്റെ പുറകെ പോകുന്ന വ്യക്തികളായിരിക്കരുത് എന്നാ പറഞ്ഞിരിക്കുക. 16ാമത്തെ വാക്ക് പറയുക. ഇനിയിപ്പോ ഇത് 2ാമത്തെ തരത്തിലുള്ള ഹെരസിയെ പറ്റി പറഞ്ഞിരിക്കുക. ഇവിടെ എന്താ പറഞ്ഞ എന്ത് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്ന സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അപ്പൊ 1ാമത്തെ കാര്യം പറഞ്ഞത് മനുഷ്യരുടെ ട്രഡീഷൻ അല്ലെ, പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ഫിലോസഫീനെ പറ്റി, ഈ ലോകത്തിനെ ബേസ്ഡ് ആയിട്ടുള്ള ഫിലോസഫിയും മനുഷ്യന്റെ രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് നിങ്ങൾ ആ രീതിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ എന്താ പറയുക, ജെറുസലേം ചർച്ചിൽ നിന്ന് വന്ന ആരോ ആൾക്കാർ, എന്താ പറയുക ജെയിംസിൽ നിന്ന് വന്നിരിക്കുന്ന ആരോ ആൾക്കാർ അല്ലെ, ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിലും 15ലും പറഞ്ഞിട്ടുണ്ട്. അവര് ചർച്ചകളിലെല്ലാം ചെന്ന് പറഞ്ഞു നടക്കുക സർക്കംസിഷൻ അല്ലെ, പരിച്ഛേദനം വേണം സാൽവേഷൻ രക്ഷയ്ക്കായിട്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും അല്ലെ. അത് തിരിച്ച് വർക്കിലേക്ക് പോകുന്നതിന് പറ്റിയുള്ള
കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീണ് പോരെന്ന് പറയാം. ഇവിടെ 16-ാമത്തെ വാക്ക് പറയാ, പിന്നെ എന്ത് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കാതെ അത് നിങ്ങൾ എന്ത് കഴിക്കുന്നു കഴിക്കാതിരിക്കുന്നു എന്നതിനെപ്പറ്റി ഒന്നും ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല. ഏത് തരത്തിലുള്ള അല്ലെ നിങ്ങൾ വാവ് ആഘോഷിക്കുന്നുണ്ട് ഇല്ല, ശബത്ത് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, അതൊന്നും നിങ്ങള് അല്ലെ അതിനൊന്നും നിങ്ങളെ ആരും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഇതെല്ലാം പോയിന്റ് ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തു ഓൾറെഡി വന്നു മരിച്ചു ഉയർത്തെഴുന്നൊരു പിതാവിന് ബലപ്പെടുത്തിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല. റോമക്കത്തിനകത്ത് 14-ാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം, ചില ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ചിലർക്ക് ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യം, അവരത് കഴിക്കട്ടെ. ചില ആൾക്കാർക്ക് അവരുടെ ഫെയ്ത്ത് വീക്കാകുമ്പോൾ അവർക്ക് ചില തരത്തിലുള്ള ഭക്ഷണങ്ങൾ, വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഇഷ്ടമുള്ളൂ. അപ്പൊ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവര് നോൺ വെജ് കൂടെ കഴിക്കുന്നവരെ, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവര് നോൺ വെജ് കഴിക്കുന്നവര് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവർക്ക് അതാണ് താല്പര്യം, അതവര് അല്ലെ. അപ്പൊ നോൺ വെജ് കഴിക്കുന്നവര് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവര് കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. ഇത് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് അവര് കഴിക്കുന്നോ കഴിക്കാതിരിക്കുന്നോ എല്ലാം ദൈവത്തിലാണ്, യേശുക്രിസ്തുവിലാണ്, അല്ലെ. അപ്പൊ നമ്മള് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അല്ലെ. അതിനെപ്പറ്റി 16-ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ 18 താഴോട്ടേക്ക് 18-ാമത്തെ വാക്ക് ഇങ്ങനെ പറയാം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളെ വഴിതെറ്റിച്ചു കളയരുത്. അപ്പൊ വേറെ അടുത്ത കൂട്ടരെ പറ്റി പറയുക, അവര് താഴ്മ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കുള്ള ഹ്യൂമിലിറ്റി, ശരിക്കുള്ള താഴ്മയല്ല, ഒരു റോങ് ആയിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അഭിനയിക്കുന്ന തരത്തിലുള്ള ഒരു താഴ്മ കാണിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ വലിയ താഴ്മയുള്ളവരാണെന്ന് കാണിക്കും. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ മൊത്തം ഹിപ്പോക്രസി ആയിട്ട് നടക്കുന്ന ആൾക്കാർ, അല്ലെ, കുശുമ്പും കുന്നായ്മയായിട്ട് നടക്കുന്ന ആൾക്കാര്. പിന്നെ ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച്, അല്ലെ, ദൂതന്മാരെന്ന് പറഞ്ഞാൽ ഏഞ്ചൽസിനെ ആരാധിക്കുന്നതിനെ പറ്റി, അല്ലെ. അപ്പൊ നമുക്കറിയാം എന്താ പറയാ ഏഞ്ചൽസിനെ ആരാധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ചർച്ചുകളുണ്ട്, അല്ലെ. റോമൻ കാത്തലിക് ചർച്ചുകൾ അത് ചെയ്യുന്ന കാര്യമാണ്, അല്ലെ. ഏഞ്ചലുകളെ ആരാധിക്കുന്നത്, ഗബ്രിയേലിനെ ആരാധിക്കുന്നു, മിഖായേലിനെ, മൈക്കലിനെ ആരാധിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ളവരെ ആരാധിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ഹെരസിയാണ്, അല്ലെ. അതൊന്നും വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. എന്താ പറയാ മാലാഖമാർ തന്നെ, ദൂതന്മാര് തന്നെ പറയുന്നു ഞങ്ങളെ ആരാധിക്കരുത്, അല്ലെ. അപ്പോസ്റ്റൽ ജോൺ ദൂതനെ കണ്ടപ്പോ, അല്ലെ, വെളിപാടില് കണ്ടതല്ലേ, ദൂതനെ കണ്ടപ്പോ ദൂതനെ ആരാധിക്കാൻ പോയപ്പോ ദൂതൻ തന്നെ പറഞ്ഞിരിക്കും, എന്നെ അങ്ങ് ആരാധിക്കാൻ പോകരുതല്ലേ, ആരാധിക്കാൻ യോഗ്യം ദൈവം മാത്രം, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ, അല്ലെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുക, സ്വന്തം ദർശനത്തിൽ പ്രവേശിക്കുകയും തന്റെ ജനമനസ്സിലെ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കുക, തലയിൽ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളെ തെറ്റിക്കരുത്, അല്ലെ. അപ്പൊ ഇങ്ങനെ എന്താ പറയാ ദൈവത്തെ അല്ലാതെ വേറെ ആയിട്ടുള്ള ഏഞ്ചൽസിനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആൾക്കാര് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിനെ പറ്റിയല്ല, ഇന്ന് കഴിക്കരുത്, ഇങ്ങനെ കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, അത് കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, ഇങ്ങനെ രീതിയിലുള്ള ശാപത്തുകൾ ആചരിക്കണം, വാവെന്ന് പറഞ്ഞാൽ ഓരോ പെരുന്നാളുകൾ അങ്ങനെയൊക്കെ നോക്കണം, അല്ലെ, എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ലോയിനെ പറ്റി ബേസ്ഡ് ആയിട്ടുള്ള ന്യായപ്രമാണത്തെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് മനുഷ്യരെ വഴി തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്, അല്ലെ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുക 20-ാമത്തെ വാക്ക് താഴേക്ക് പറഞ്ഞിരിക്കുക, ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യകൽപ്പനയ്ക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി ഇത് പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന എന്തിനാന്ന് ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാല് സെൽഫ് ഡിനയൽ, അല്ലെ, സെൽഫ് ഡിനയൽ. അപ്പൊ അത് എന്താ പറയുന്നത്, ഇങ്ങനെ തരത്തിലുള്ളത് കഴിക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, എല്ലാം നമ്മളെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ഡിനേ ചെയ്യും, അല്ലെ. ബുദ്ധമതത്തിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്, അല്ലെ. എന്താ പറയുക പട്ടിണി മനഃപൂർവ്വമായിട്ട് പട്ടിണി കിടക്കും, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സ്പിരിച്വൽ ഹൈറ്റ് ഉണ്ടാവും എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെ. അതിനൊക്കെ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാര് ചർച്ചകളുണ്ട് എന്ന് പോള് പറഞ്ഞിരിക്കും. അപ്പൊ ഇങ്ങനെ ചോദിക്കുക, നിങ്ങള് എന്താ പറയുക, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ 20-ാമത്തെ വാക്ക്, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്ന പോലെ മനുഷ്യ കൽപ്പനയ്ക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്,
തുടരുത്, എന്നുള്ള ചട്ടങ്ങൾ കീഴ്പ്പെടുന്നത് എന്തിന്? അപ്പൊ നിങ്ങള് ക്രിസ്തുവിന്റെ ഒപ്പം മരിച്ചിട്ട് പുതിയതായിട്ട് നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നത്? ഈ ഇങ്ങനെ രീതിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ഹെരസി പഠിപ്പിക്കുന്ന, പാഷാണ്ഡത പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നത് എന്തിനാണ്? അതുകൊണ്ടാണ് പോൾ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ യേശുവിന്റെ ഒപ്പം മരിച്ചുയർത്തെഴുന്നേറ്റ വ്യക്തികളാണെങ്കിൽ യേശു എവിടെ ഇരിക്കുന്നു, സ്വർഗത്തിലിരിക്കുന്നു, അവിടുത്തെ കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ നിങ്ങൾ ഈ ലോകത്തിൽ തന്നെ ആക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ യേശുവിന്റെ ഒപ്പം ആക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ളതല്ല. 3-ാമത്തെ ചാപ്റ്ററിൽ പിന്നെ ഒരു കാര്യം കൂടെ പോൾ പറയുവാണ്, നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റി പറയുക, അല്ലെ? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെയുള്ളത് ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരവിപ്പിക്കാൻ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ 2-ാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ഹെരസിയെ പറ്റിയാണ്, പാഷാന്റെ അല്ലെ അതിനെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുക ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റി. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ആക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. യേശുവിനെ പോലെ ആയിത്തീരുന്നതിനോ, യേശുവിൻ എവിടെയായിരിക്കുന്നു അവിടുത്തെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നതിനോ, നമ്മൾക്ക് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കുന്നതിനോ ഒന്നും നമുക്ക് അത് ഈ ഈ കാര്യങ്ങൾ ഇപ്പൊ ഹെരസി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം നമ്മൾ അനുവദിക്കത്തില്ല. അപ്പൊ എന്തുകൊണ്ടെന്ന് അപ്പൊ അങ്ങനെയാകുമ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ലോകത്തിന്റെ കാര്യത്തെപ്പറ്റി മാത്രം, ലോകത്തുള്ള കാര്യത്തെപ്പറ്റി മാത്രം, ട്രഡീഷൻസ്, റിച്വൽസ് അല്ലെ, ഈ ഓരോ കാര്യം അങ്ങനെയുള്ള ഫിലോസഫി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് അല്ലെ, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു 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 ജീവിതമായി പോകും. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റി പറയുന്നത്, നമ്മൾ ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗ്രേസ് ആണ്, ദൈവത്തില് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേസ് ആണ്. നമ്മൾ കൃപയുടെ സമയത്താണ് ജീവിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ബൈബിൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവന്റെ ഒപ്പമായി തീരണം, അല്ലെ? നമുക്ക് ഈ ലോകത്തിന്റെ ഒരു കാര്യത്തിൽ നമ്മൾ അടിമപ്പെട്ടു പോകരുത്. പക്ഷെ പിശാച് നമുക്കൊരു പത്രോസില് 2-ാമത്തെ പത്രോസില് 2-ാമത്തെ ചാപ്റ്ററില് 1-3 വാക്കുകളൊക്കെ എടുത്ത് നോക്കിയാലും പത്രോസ് ഇവിടെ നമ്മളോട് വാണിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുക, ഇങ്ങനെ ആൾക്കാർ വരും, അല്ലെ? ചർച്ചുകളിലേക്ക് നുഴഞ്ഞു കയറുന്ന വ്യക്തികൾ ഉണ്ടാവും. ഇവരിവിടെ ദുരുപദേഷ്ടക്കാരെ പറ്റി പറഞ്ഞിരിക്കുക. ഇനി നമുക്കറിയാം പത്രോസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത് പോലെ അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശക്കാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ചു തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നു. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും, അല്ലെ? ഈ ഇങ്ങനെ റോങ് ആയിട്ട് പഠിക്കുന്ന അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ചു തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നു. മതഭേദങ്ങളെ നുഴയിച്ച് കയറ്റുന്നു ചർച്ചിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തളച്ചിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെ? ഇത് ചെയ്യണം, അത് ചെയ്യരുത്. നമ്മൾ ചർച്ചിലേക്ക് നോക്കി നമുക്ക് കാണാൻ പറ്റുമല്ലോ, അല്ലെ? ഇന്ന് നടക്കുന്ന ഓരോ കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കണം ഓരോ ചർച്ചുകളും ഓരോ രീതിയിൽ, അല്ലെ? എന്തിനാണ് ഇത്രയധികം ചർച്ചകൾ, എന്തിനാണ് ഇത്രമാത്രം ഡിവിഷൻസ്, അല്ലെ? എന്തിനാണ് ഓരോ ട്രഡീഷൻസ്? യേശുക്രിസ്തു അല്ലാതെ വേറെ എന്ത് ട്രഡീഷനാണ് നമുക്ക് വേണ്ടത്, അല്ലെ? അപ്പം ഓരോ കാര്യങ്ങളും മനുഷ്യന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പലരെയും പിശാച് ഉപയോഗിക്കുന്നു. മനുഷ്യരെ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ തന്നെയാക്കി അതിൽ തന്നെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു പെന്തക്കോസ്റ്റൽ സഭയിൽ തന്നെ, അല്ലെ? ഇനി നോക്കിയേ, കമ്പിളിടരുത്, മാലയിടരുത്, വെള്ളം ഉടുപ്പിടണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതൊക്കെ പുറമേ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളരെയധികം ജാഗ്രതയോടെ അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ എന്താ പറ്റിപ്പോന്ന് വെച്ചാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയെ പറ്റി നമ്മൾ മറന്നു പോകുന്നു, അല്ലെ? ഓരോ ചർച്ചിന്റെ അകത്തെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിൽ നടക്കുമ്പോൾ യേശുക്രിസ്തുവിനെ മറന്നു പോകുന്നു, അല്ലെ? അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കുക, ഓരോ സഭയുടെ കാര്യത വേറെ കുറെ സഭയില് ബ്രദറൻ സഭയില് ബാപ്റ്റിസ്റ്റ് സഭയിലൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ പ്രവർത്തനം തീർന്നു പോയി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ പറ്റി മാത്രം, അല്ലെ? ലോകത്തിൽ എങ്ങനെ ഒരു നല്ല ക്രിസ്ത്യൻ ആകാം എന്നുള്ളതിനെ പറ്റി മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ക്രിസ്ത്യൻ ആകരുത് എന്നല്ല പറയുന്നത്, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് യേശുക്രിസ്തുവിന്റെ ഇമേജിലുള്ള വ്യക്തികളായിരിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ള
അതുകൊണ്ടാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. ക്രിസ്ത്യൻ എന്നുള്ള വാക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോകമിട്ട പേരാണ്. യേശുവിനെ ഫോളോ ചെയ്തവർക്ക് ലോകമിട്ടിരിക്കുന്ന പേരാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ നല്ല ക്രിസ്ത്യൻ ആക്കുക എന്നുള്ളതല്ല ആഗ്രഹം, തന്റെ മകനെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ അവത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് തെറ്റിപ്പോകുന്നു, അല്ലെ? നമ്മുടെ മനസ്സിനെ തെറ്റിച്ചു കളയുന്നു. അതിനാണല്ലോ ഇങ്ങനെ എന്റെ ചർച്ചിന്റെ പാരമ്പര്യം ഇതാണ്, അല്ലെ? എന്റെ ചർച്ചിന്റെ പാരമ്പര്യം ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ പാരമ്പര്യത്തിൽ മാത്രം നിൽക്കുന്ന തരത്തിലുള്ള ടീച്ചിങ്ങുകൾ പല ചർച്ചകളും നടക്കുന്നു, അല്ലെ? ഞങ്ങൾ ഇതാ നേരത്തെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പോ നിങ്ങള് പുറമേയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം, അല്ലെ? അതാണ് ദൈവവുമായിട്ട് സെറ്റപ്പാർട്ടായിട്ട് ഉള്ള ജീവിതത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു ടീച്ചിങ്ങുമായിട്ട് നമ്മൾ സെറ്റപ്പാർട്ടായിരിക്കും. നമ്മൾ ദൈവ ഹോളിയാണ്, യേശുക്രിസ്തു ഹോളിയാണ്, അങ്ങനെ തന്നെ ജീവിക്കണം. പക്ഷെ എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കും, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ യേശുക്രിസ്തു ഫോം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. അവനുമായിട്ട് നമ്മൾ ഒരു ആത്മബന്ധത്തിലല്ല എങ്കിൽ ഈ പുറമേ നമ്മൾ എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്ന് പറഞ്ഞാലും, എത്രമാത്രം പ്രീച്ചിങ്, എത്രമാത്രം സൺഡേ സർവീസ്, എത്രമാത്രം പ്രീച്ചിങ് ചെയ്ത് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യേശുക്രിസ്തു ഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിലയുമില്ലെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ യേശുക്രിസ്തു നമ്മുടെ ഉള്ളില് ഫോം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, യേശുവിന്റെ വഴിയിൽ കൂടെ നമ്മളെ നടത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി, നമ്മളെ ബിസി ആക്കി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇങ്ങനെ പാഷാണ്ഡത എന്നുള്ള കാര്യങ്ങൾ, ഹെരസി പോലുള്ള കാര്യങ്ങൾ, ഹെരസികളൊക്കെ പിശാച് പല വ്യക്തികൾ വഴി ഈ ചർച്ചിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ പോള് പറയുക, അതിനെപ്പറ്റി നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കുക. നിങ്ങളെ പറ്റി ഓർത്ത് ഞാൻ വിഷമിക്കുക. എന്റെ മനസ്സിൽ ഭയങ്കര എന്താ പറയുക, കോൺഫ്ലിക്റ്റ് ആണ്, അല്ലെ? കാര്യം നിങ്ങൾ ആ വഴി കൂടെ പോകട്ടെ. നിങ്ങള് ചർച്ചാവുന്ന കന്യകയെ എനിക്ക് യേശുക്രിസ്തു എന്ന മണവാളന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെ? അപ്പൊ അതിന് ചർച്ചാവുന്ന കന്യക യേശു എന്ന മണവാളനെ മാത്രം വിചാരിച്ചിരിക്കുന്ന ഒരു കന്യകയായിരിക്കണം. അല്ലാതെ കന്യക എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മണവാളിനെ കാത്തിരിക്കുന്ന വ്യക്തി ആയിരിക്കണം എന്ന് പറയുമ്പോ, കല്യാണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കല്യാണത്തിന്റെ സമയത്ത് എന്താ പറയുക, ആ കല്യാണ പെണ്ണ് ഒരുങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ കല്യാണം വെക്കുന്ന ഒരുങ്ങുന്നതിന് വേണ്ടിയല്ലല്ലോ, അല്ലെ? അപ്പം കല്യാണം വെക്കുന്നത് ചെക്കനുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടി, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പൊ ഒരുക്കം എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിക്ക് നല്ല സാരി, ആവശ്യത്തിനുള്ള മേക്കപ്പ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ അതിന്റെ പാട്ടായിട്ട് വരുന്നതാണ്. അപ്പൊ അല്ലാതെ ചെക്കനെ പറ്റി വിചാരിക്കുക, ചെക്കന് അവന് നല്ലൊരു വൈഫ് എങ്ങനെയായിരിക്കാം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? അല്ലാതെ എനിക്കെങ്ങനെ എന്റെ കല്യാണത്തിൽ ലിപ്സ്റ്റിക് ഇടാം, മേക്കപ്പ് ഇടാം, എന്താ പറയുക, ഫൗണ്ടേഷൻ ഇടാം, കൺസിലർ ഇടാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ലല്ലോ, അങ്ങനെയുള്ള ഒരുക്കത്ത് അതല്ലല്ലോ യഥാർത്ഥത്തിലുള്ള കാര്യം. അപ്പൊ അതിനെപ്പറ്റിയാണ് ദൈവം ഇവിടെ പോളിവിടെ പറയുന്നത്. ഈ ഹെരസി വഴിയൊക്കെ പിശാചി ജീവിതത്തിലേക്ക്, നമ്മുടെ ചർച്ചിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇതാ, ഈ പുറമേയുള്ള കാര്യത്തെ പറ്റിയുള്ള ഒരു അറിവൊക്കെ നമ്മളെ തന്ന് ഇങ്ങനെ നിർത്തി എന്നുള്ളതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളച്ചക്കനുമായിട്ട് യാതൊരു ബന്ധത്തിലും ഇല്ലാത്ത രീതിയിൽ, അല്ലെ? മണവാളച്ചക്കന്റെ ഹൃദയവുമായിട്ട് കിലോമീറ്ററുകൾ അകലത്തിലായി പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളിലേക്കൊക്കെ വരികയാണ്. അപ്പൊ അത് ഉണ്ടാകുമെന്ന് പറയുന്നു. പോളും പീറ്റർ വഴിയെല്ലാം, ജോൺ വഴിയല്ല, ജൂഡ് വഴിയും, അല്ലെ? യൂദ വഴിയെല്ലാം ദൈവം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ വളരെയധികം മൈൻഡ്ഫുൾ ആയിരിക്കണം എന്ന് ചുരുക്കം. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. പിന്നെ രണ്ടാമത്തെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിശാച് തന്നെയല്ല നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജഡവും നമ്മുടെ ശത്രു തന്നെയാണ്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ സമയത്ത് നന്ദി പറയുന്നു. മൈറ്റി ഗോഡ്, താങ്ക് യു ജീസസ് മാസ്റ്റർ, മൈറ്റി ആർ യുവർ വേസ്, മൈറ്റി ഫാദർ. കർത്താവേ, ഞങ്ങള് അങ്ങയിലായിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, അങ്ങേ എന്ന മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന വ്യക്തികളായിരിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ പുറമേയുള്ള കാര്യത്തെപ്പറ്റി ഒരു ഹെരസി, ഒരു പാഷാണ്ഡതയിലേക്ക് ഒന്നും വീണു പോകാതെ, ഞങ്ങളുടെ ജഡത്തിന് മോഹത്തിന് വീണു പോകാതെ കർത്താവ് അങ്ങയിലായിരിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശു നാമത്തിൽ ആമേൻ. അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നതിനെ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളെ കർത്താവ്, താങ്ക് യു ജീസസ്. യേശു നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട നന്ദി, ദൈവത്തെ മാത്രം.